നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഏറെ നാളായി ആകാംക്ഷയോടെ കാത്തിരുന്ന നിർണായക നയതന്ത്ര നീക്കത്തിന് ഫ്രാൻസിലെ ഏവിയനിലെ ബെയിൻസിൽ നടന്ന G7 ഉച്ചകോടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. US-ഉം ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമമിട്ടുകൊണ്ടുള്ള ചരിത്രപരമായ ധാരണാപത്രത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവച്ചിരിക്കുന്നു. US, ഇറാൻ, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ തമ്മിൽ 4 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ കടുത്ത സംഘർഷങ്ങൾക്ക് ശേഷമാണ് 14 ഇന കരാർ രൂപപ്പെട്ടിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് വീണ്ടും തുറക്കാൻ ഈ കരാർ വഴിയൊരുക്കും. US ഭരണകൂടം ഈ കരാറിനെ പെർഫോമൻസ് ബേസ്ഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇറാൻ അവരുടെ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ മാത്രമേ കരാറിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കൂ. അപ്പോഴും ബാക്കിയാകുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇറാൻ അവരുടെ വാഗ്ദാനങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ കരാറിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ അത് അത്ര എളുപ്പമല്ല. യുദ്ധത്തിൽ സജീവ പങ്കാളിയായിരുന്ന ഇസ്രയേൽ കരാർ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയോ ചെയ്തിട്ടില്ല. ഒപ്പിടാത്ത, ഒരു തരത്തിലും നേരിട്ട് ഭാഗമാകാത്ത ഒരു കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇസ്രയേലിന് ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ എന്താകും യുദ്ധത്തിന്റെ ഭാവി? ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. US ഇസ്രയേലിനോട് ആവശ്യപ്പെട്ട് ആ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഇറാന്റെ നിലപാട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം നെതന്യാഹു അത് ചെവികൊള്ളുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. മാത്രമല്ല, അമേരിക്കയെ കണ്ടല്ല ജൂതപ്പട യുദ്ധത്തിനിറങ്ങിയത് എന്ന നിലപാടാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിനും തീവ്ര വലതുപക്ഷ വിഭാഗത്തിനുമുള്ളത്. ഹിസ്ബുല്ല നടത്തുന്ന ചെറിയ ആക്രമണ ശ്രമങ്ങൾക്ക് പോലും കനത്ത തിരിച്ചടിയുമായാണ് ഇസ്രയേൽ ഈ ദിവസങ്ങളിൽ മുന്നോട്ടു പോകുന്നത്. സോഫ്റ്റ് ടച്ച് മതിയാകുമെന്ന് ട്രംപ് പോലും നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് തെക്കൻ ലെബനനിൽ ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം നടത്തിയത്. മാത്രമല്ല, ട്രംപ് പോലും ഇത് ശാശ്വത പരിഹാരമാണെന്ന് പറയുന്നില്ല. ഇറാനുമായുള്ള സമാധാന കരാർ അന്തിമമല്ല എന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ധാരണാപത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അല്ല, ഇത് അന്തിമമല്ല, ഇതൊരു ധാരണാപത്രമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവർക്ക് നേരെ വെടിയുതിർക്കാനും അവരുടെ തലയിലേക്ക് ബോംബുകൾ ഇടാനും തുടങ്ങും. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അവർ ശരിയായി പെരുമാറിയില്ലെങ്കിൽ നമ്മൾ അവരുടെ തലയുടെ കൃത്യം നടുവിലേക്ക് തന്നെ ബോംബുകൾ ഇടുന്നതിലേക്ക് തിരിച്ചു പോകും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചു എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ബഫർ സോണിൽ നിന്ന് 1 ഇഞ്ച് മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട്. വടക്കൻ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്ത പൗരന്മാർക്ക് മടങ്ങിയെത്തണമെങ്കിൽ ഹിസ്ബുല്ലയുടെ സാന്നിധ്യം അതിർത്തിയിൽ ഉണ്ടാകരുത് എന്നാണ് നെതന്യാഹു നിർബന്ധം പിടിക്കുന്നത്. മേഖലയിൽ ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ഏറ്റവും വലിയ ഭീഷണി ഇറാന്റെ പിന്തുണയുള്ള പ്രോക്സി ഗ്രൂപ്പുകളായിരുന്നു. യമനിൽ ഹൂതികളും ലെബനനിൽ ഹിസ്ബുള്ളയും ഒപ്പം ഗാസയിൽ ഹമാസും. ഹമാസിനെ ഏതാണ്ട് ഇല്ലാതാക്കിയ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ്. പ്രോക്സികൾക്ക് ആയുധവും സമ്പത്തും നൽകി ഇറാനാണ് അവരെ വളർത്തുന്നത് എന്ന ആരോപണം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. ഇറാനുമേലുള്ള ഉപരോധം പിൻവലിക്കുന്നതോടെ ലഭ്യമാകുന്ന വലിയ സമ്പത്ത് വീണ്ടും പ്രോക്സികളുടെ ഉയർച്ചയ്ക്കു വേണ്ടി ഇറാൻ ഉപയോഗപ്പെടുത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ടെഹ്റാനും വാഷിംഗ്ടണും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം ഇസ്രയേൽ 84 തവണ ലെബനൻ വെടിനിർത്തൽ ലംഘിച്ചതായി ടെഹ്റാൻ ആരോപിച്ചു. ആക്രമണം തുടർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം 4 പേരെ വധിച്ചതിന് പിന്നാലെയും ലെബനനിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് ശേഷവുമാണ് ഈ മുന്നറിയിപ്പ് വന്നത്. ടാങ്കർ ട്രാക്കേഴ്സ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാനിയൻ എണ്ണ കയറ്റിയ 3ാമത്തെ ടാങ്കർ ഒമാൻ ഉൾക്കടലിലെ US നാവികസേനയുടെ ഉപരോധ രേഖ മറികടന്നു. US-ഉമായുള്ള ഏതൊരു കരാറിലും ഉപരോധങ്ങൾ നീക്കൽ, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകൽ, ലെബനനിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിന്മാറ്റം എന്നിവ ഉൾപ്പെടണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ഇറാനെതിരെയുള്ള മാസങ്ങൾ നീണ്ട US ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വാഷിംഗ്ടണും ടെഹ്റാനും ജൂൺ 19-ന് ഒരു താൽക്കാലിക കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഈ ക്രമീകരണത്തിന്റെ പ്രധാന വിശദാംശങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇറാന്റെ ആണവ പദ്ധതിയെയും മറ്റു പ്രധാന കേന്ദ്രങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള 60 ദിവസത്തെ ചർച്ചകൾക്ക്
ഈ ധാരണാപത്രം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരാറിന്റെ പൂർണ്ണരൂപം ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും കരാറിലേക്ക് അടുക്കുമ്പോഴും അതീവ ജാഗ്രതയോടെയാണ് ഇറാൻ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. പ്രതിജ്ഞകൾ ലംഘിക്കപ്പെട്ടതിൻ്റെയും ഒപ്പുവെച്ച കരാറുകൾ കീറിയെറിയപ്പെട്ടതിൻ്റെയും വലിയൊരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക കരാറിന്റെ കൃത്യമായ വിശദാംശങ്ങൾ പുറത്തുവരാത്തതും ഭൗതിക വിപണിയിലെ അസ്ഥിരതയും തുടരുമ്പോഴും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ വിപണി വിലയിരുത്തുന്നുണ്ട്. ഇതേ തുടർന്ന് ചൊവ്വാഴ്ചയും രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഓൺലൈനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മാസങ്ങൾ നീണ്ട സംഘർഷത്തിന് അറുതി വരുത്തുമെന്ന പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ടെങ്കിലും US ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇതിൽ കടുത്ത സംശയമുണ്ട്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇറാൻ എത്രത്തോളം തയ്യാറാകുമെന്ന കാര്യത്തിൽ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ G7 ഉച്ചകോടിയിലും ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും പെസഷ്കിയാനും ട്രംപും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും സംശയം തന്നെയാണ്. അതേപോലെ തന്നെ ബ്ലൂംബെർഗ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം യുദ്ധനഷ്ട പരിഹാരത്തിന്റെ ഭാഗമായി ഇറാനിൽ വലിയ തോതിലുള്ള പുനർവികസന പദ്ധതികൾ നടപ്പിലാക്കാൻ അമേരിക്കയും പ്രാദേശിക പങ്കാളികളും ചേർന്ന് പ്രവർത്തിക്കും. ഇതിനായി കുറഞ്ഞത് $300 ബില്യൺ ഫണ്ട് ലഭ്യമാക്കുമെന്നും ഈ രേഖകളിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനെതിരെ പൂർണ്ണ വിജയം നേടുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്ന നെതന്യാഹുവിനെ പുതിയ കരാർ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം ഇസ്രയേലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ ഈ നീക്കങ്ങൾ നെതന്യാഹുവിന് രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഇതേസമയം കരാറിനെ തന്ത്രപരവും രാഷ്ട്രീയവുമായ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തിയ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾ കടുത്ത അമർഷം രേഖപ്പെടുത്തി. 2015 അന്നത്തെ US പ്രസിഡന്റ് ബാരക് ഒബാമയുടെ ഭരണകാലത്ത് ഇറാനുമായി ആണവ കരാർ ഒപ്പുവെച്ചപ്പോൾ പരസ്യമായി എതിർത്തതുപോലെ ഒരു നീക്കത്തിന് ഇത്തവണ നെതന്യാഹു മുതിർന്നിട്ടില്ല. ട്രംപിനെ പരസ്യമായി വെല്ലുവിളിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. ട്രംപിനുള്ള രാഷ്ട്രീയ സ്വാധീനം കണക്കിലെടുത്ത് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവർ പോലും കരാറിനെ പരസ്യമായി വിമർശിക്കാൻ മടിക്കുന്നുണ്ട്. അതേസമയം നെതന്യാഹുവിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ അനുയായികളുമാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്തുള്ളത്. നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന ഇസ്രയേലിലെ ചാനൽ 14 ഒരു അവതാരകൻ US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കടുത്ത ഭാഷയിലാണ് അധിക്ഷേപിച്ചത്. കൂടാതെ ട്രംപിന്റെ സഹായികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരേദ് കുഷ്ണറും സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഇസ്രയേലിനെ ഒറ്റുകൊടുത്തു എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഗാസയിൽ ഹമാസിന്റെ ആയുധബലം കുറഞ്ഞെങ്കിലും ആശയബലം ചോർന്നിട്ടില്ല. അതിനാൽ തന്നെ അവിടേക്ക് പുറമേ നിന്നുള്ള പണമൊഴുക്കുണ്ടായാൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. അത് ഏറെക്കുറെ സത്യവുമാണ്. ഒപ്പം ഹിസ്ബുള്ളയെ ഹമാസിനെ പോലെ അശക്തരാക്കുന്നത് ഇസ്രയേലിന്റെ പരമപ്രധാന ലക്ഷ്യമാണ്. ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള വീണ്ടും ഇസ്രയേലിനെ ചെറുതായെങ്കിലും അലോസരപ്പെടുത്തിയാൽ അതൊരു അവസരമായി കരുതി ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കും എന്നുള്ളതിന് രണ്ട് സംശയമൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെ ലക്ഷ്യമിടരുത്. മറുവശത്ത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേലും തോക്കു ചൂണ്ടരുത്. പക്ഷേ എന്നും യുദ്ധം ഹരമാക്കി മാറ്റിയ നെതന്യാഹുവിൻ്റെ കീഴിൽ ഇസ്രയേൽ അങ്ങനെ അടങ്ങിയിരിക്കുമോ? വരുംകാലത്ത് കണ്ടറിയേണ്ട കാര്യമാണ് ഇത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.